ഇപ്പം ഭ്രമരം സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻസൊക്കെ ഉണ്ട്, അത് കാണാൻ പോവാണ്. ഇതുവഴിയാണ് നമ്മൾ നടന്നിട്ട് പോകേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ പോയി കണ്ടു വരാം. അപ്പം വ്യൂ പോയിൻറ്റിലേക്ക് ഇനിയും കുറച്ച് പോകാനുണ്ട്. നല്ല കാഴ്ചയായിരിക്കും. കാന്തല്ലൂരിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ ഫാം ഹൗസ് കുറച്ചുണ്ട്. അതിൻ്റെതായ സീസണിൽ പോയാൽ നമുക്ക് ആ ഫ്രൂട്ട്സ് കാണാം. ഇപ്പോൾ ഓറഞ്ച് കണ്ടു. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാന്തല്ലൂർ അതാണ് ഫേമസ്, തണുപ്പ്. ഇന്ന് വെയിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വന്നതാണ്. കാരണം തണുപ്പായതുകൊണ്ടാണെങ്കിൽ ഫീലിംഗൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കാണാനായിട്ട് വന്നു. അപ്പോൾ വ്യൂ പോയിൻറ്റിലേക്ക് പോവാം. അപ്പം ഇതാണ് ഭ്രമരം ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ വ്യൂ പോയിൻ്റ് നമുക്ക് അങ്ങോട്ട് പോകണം. ഏറുമാടൊക്കെ കാണാം. ഇവിടെ ഹോട്ടലുണ്ട്. കുറേ സ്ഥലങ്ങൾ ഇവിടെ വ്യൂ പോയിൻ്റ് കാണാം. ആദ്യം നമുക്ക് നേരെ പോയിട്ട് മെയിൻ വ്യൂ പോയിൻ്റ് തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. ഏറുമാടും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏറുമാടം കയറി നോക്കാം. പോകുന്ന വഴിക്കാണ് ഏറുമാടുള്ളത്. അതിൻ്റെ വ്യൂ ഭയങ്കരമായിരിക്കും. കണ്ട, അതിൻ്റെ മുകളിൽ ഏറുമാടുണ്ട്. അതിൻ്റെ മുകളിൽ പോയാൽ കുറച്ചുകൂടി വ്യൂ ഒക്കെ കാണാം. അല്ല, എത്ര പേരാണ്? 7 പേര് മാത്രം എഴുതി. ഏറുമാടം. ഏറുമാടത്തിൻ്റെ മേലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റുള്ളതാണ്. എൻ്റെ മുകളിൽ ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. അടിപൊളി തന്നെ. നല്ല ക്ഷീണം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കയറിയിട്ട് മറ്റു പരിപാടിയിലേക്ക് കിടക്കാം. ഒന്നു അടിപൊളി. ഇതാണ് ഏറുമാടത്ത് കയറിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുമ്പോൾ. വാവ്, അടിപൊളി. എൻ്റെ പൊന്നോ, വേണ്ട. ഏറുമാടത്തിൻ്റെ മുകളിൽ വരുമ്പോൾ എന്ത് കാന്തല്ലൂരിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് കാണുകയാണ്. ഇപ്പോൾ ഇതൊക്കെ പോകുന്നത് ഇതാണ്, നട്ടിരിക്കേണ്ട ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ നട്ടുക. വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. കേട്ടില്ലെന്ന് തന്നെ. ഇനിയിത് താഴെ ഇറങ്ങുന്നൊരു പരിപാടി ഉണ്ട് മോനെ. അത്ര വലിയ കുഴപ്പമൊന്നുമില്ലാണ്. നല്ല വ്യൂ പോയിന്റ്. ഇതിലൂടെ പോയാൽ നല്ല ഇതാണ് മെയിൻ വ്യൂ പോയിന്റ്. ഇങ്ങോട്ടെന്നാണ് പറഞ്ഞത്. ചെറിയൊരു ഏറുമാടം വേറെയുണ്ട്, അത് ഇനിങ്ങോട്ട് ചെറുതാണ്. ഇതാണ് അവിടെയുള്ളത് ഏറ്റവും വലിയ ഏറുമാടം. ഇതോ അങ്ങോട്ട് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം അതായത് എരച്ചിൽപ്പാറ ആയിരിക്കും തോന്നുന്നു. തൂവാനോ വെള്ളച്ചാട്ടമായിരിക്കും. ഒന്ന് ജസ്റ്റ് അനോ കുലുങ്ങുന്നുണ്ട് കേട്ടോ. വെയിറ്റ് താങ്ങുന്നില്ല ആർക്കറിയാം. ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് കുലുങ്ങുന്നുണ്ട്. അത് അനക്കാൻ പറ്റുന്നില്ല.
ഇതിന് മുമ്പ് ഏറുമാട് ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷെ ഇത്ര ഹൈറ്റുള്ളത് ഞാനങ്ങനെ കയറിയിട്ടുണ്ട്. ഇലയൊക്കെ അനങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങാമെന്ന് തോന്നുന്നു. ഇവിടെ ഷെയ്ക്കുണ്ട്. ഷെയ്ക്ക് എന്താ ഷെയ്ഖ് അബ്ദുള്ളയാണ്. അങ്ങോട്ടാണ് നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ പോകുന്നത്. അപ്പം ഇനി താഴെ ഇറങ്ങാമല്ലേ, കുറച്ച് നേരം നിന്നിട്ട് താഴെ ഇറങ്ങാമെന്ന്. ഈ സൈഡ് പോകുമ്പോൾ ഇച്ചിരി അനക്കം വരുന്നുണ്ട്. ആടാ ഷേക്കുന്നുണ്ടോ? ആരെങ്കിലും കയറി വരുന്നുണ്ടോ? ആണോ ഷേക്കുന്നുണ്ട്, ഷേക്കാവുന്നുണ്ട്. ഓക്കെ, വ്യൂ പോയിന്റ് എത്ര ഉള്ളു. ഇനി ബാക്കിയുള്ളത് താഴെ പോയി കാണാം. ഏറുമാടം ചെറുങ്ങനെ അനങ്ങുന്നുണ്ട്. എത്രത്തോളം പഴക്കമുള്ളതെന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇറങ്ങാക്കാം. ഇറങ്ങുന്നത് ഒരു പണിയാണ്. ഓക്കെ, പിന്നെ ഏറുമാടം കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ വ്യൂ പോയിന്റിലേക്ക് തന്നെ പോകാം. ഇതാണ് മെയിൻ പോയിന്റ്. ഇവിടെയാണ് ഇവർ ഷൂട്ടിങ്ങൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. അങ്ങോട്ടാണ് വ്യൂ പോയിന്റ് ഉള്ളത്. ഇച്ചിരി നടക്കാനുണ്ട്. അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ചെന്ന് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളി കാന്തല്ലൂർ. അടിപൊളി. എടാ മല നോക്കുക, അതിൻ്റെ കാർമേഘം. ഇതാണ് ഭ്രമരം വ്യൂ പോയിന്റ്. ഫൈനലി നമ്മൾ എത്തിച്ചേർന്നു. 2 വ്യൂ പോയിന്റ്. ഒന്ന് ഈ ഗ്രാമങ്ങൾ പോലത്തെ ഇത് കാണാം, ഇവിടുന്ന് പല ബിൽഡിങ്സും അത് ഇതൊക്കെ കാണാം. നോക്കിയേ, ഇവിടുന്ന് വെള്ളച്ചാട്ടം. അവിടെ വെള്ളച്ചാട്ടം ഇവിടുന്ന് കാണാം. ഇവിടുന്ന് താഴെ ശബ്ദവും കേൾക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം, അങ്ങനത്തെ ഒരു വ്യൂ. ഇനി താഴെ പോയി ഇറക്കം തന്നെ, ഇത്രയേ ഉള്ളൂ. അടിപൊളി തന്നെ. ഇനി ആ സൈഡ് മറ്റേ മലയുടെ വ്യൂ ഉണ്ട്, അത് കാണാം. ഇതായപ്പോൾ നമ്മൾ താഴെ പോയി കണ്ടേ. ഇത് ഇപ്പോഴത്തെ സൈഡിലെ വ്യൂ ആണ്. വെയിലടിച്ചിട്ട് കാണുന്നില്ല. അത് നല്ല വ്യൂ ആണ്. ഇതാണ് ഭ്രമരം വ്യൂ പോയിൻ്റ് വീഡിയോ. ഏറുമാടം വ്യൂ പോയിൻ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരിക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.